മലപ്പുറത്ത് ഹജ്ജിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് പണം വാങ്ങി വഞ്ചിച്ചെന്ന് പരാതി. ട്രാവൽസ് ഉടമയും തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റി മുസ്ലിം ലീഗ് ഭാരവാഹിയുമായ അഫ്സൽ വലിയ പിടിയേക്കലിന് എതിരെയാണ് പരാതി. 100-ലധികം പേരിൽ നിന്നായി 8 കോടിയിലധികം രൂപ തട്ടിയെടുത്തെന്നാണ് ആരോപണം. 2023-24 കാലയളവിൽ ഹജ്ജിന് സൗകര്യമൊരുക്കാമെന്ന് പറഞ്ഞ് ദാറുൽ ഇമാൻ എന്ന ട്രാവൽസ് ഏജൻസി വഴിയാണ് അഫ്സൽ ആളുകളെ സമീപിച്ചത്. പിന്നാലെ 120-ലധികം പേർ ഇയാളുടെ ട്രാവൽസ് മുഖേന ഹജ്ജിന് പോകാൻ പണം നൽകി. 5.5 ലക്ഷം മുതൽ 7 ലക്ഷം വരെയാണ് ഇവർ ഇയാൾക്ക് നൽകിയത്. ഹജ്ജ് യാത്രയ്ക്ക് സമയമായപ്പോൾ ആളുകൾക്ക് തീയതിയും നൽകി. എന്നാൽ പറഞ്ഞ ദിവസങ്ങളിലൊന്നും ഇവർക്ക് പോകാനായില്ല. പിന്നീട് യാത്ര ക്യാൻസലായി എന്ന് ട്രാവൽസ് ജീവനക്കാർ അറിയിക്കുകയായിരുന്നു. മുസ്ലിം ലീഗിന്റെ തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റി കമ്മിറ്റി ഭാരവാഹി കൂടിയാണ് അഫ്സൽ. 2-3 പ്രാവശ്യം പേര് മാറ്റിയിട്ട് ഇതുപോലെ ആളുകളെ പല പ്രാവശ്യങ്ങളിൽ ഇപ്പോൾ 2019 ഇതുപോലെ ചെയ്ത് 18 സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇങ്ങനെ 5-10 ആളുകൾ ഇതുപോലെ അവൻ ചതിച്ചിരുന്നു. അത് ഓരോടൊക്കെ കേസ് കൊടുത്തോളി എന്ന് പറയാം. അവനെ കേസ് ആയിട്ട് എങ്ങനെ പോയാൽ അവനക്ക് സുഖമായിട്ട് ജീവിക്കല്ലോ. ഞങ്ങൾ കൂട്ടത്തിൽപ്പെട്ട ഒരു സ്ത്രീ, ആ സ്ത്രീ കിട്ടുന്ന 50ഉം 10ഉം 100ഉം ക്യാഷുകളൊക്കെ ഒരുമിച്ച് കൂട്ടി ശേഖരിച്ച് അവസാനം ഇവൻ പറഞ്ഞ സംഖ്യയിലേക്ക് എത്തിയപ്പോൾ ആ സ്ത്രീ ആ ക്യാഷ് അവിടെ കൊണ്ടുപോയി കൊടുക്കുകയാണ് ഹജ്ജിന് പോകാന്ന് പറഞ്ഞിട്ട്. പിന്നീട് നൽകിയ പണം തിരിച്ചു നൽകാൻ ആവശ്യപ്പെട്ടിട്ട് ഇയാൾ നൽകാൻ തയ്യാറായില്ല. പോലീസിൽ പരാതി നൽകിയിട്ടും തുടർ നടപടി ഉണ്ടാകുന്നില്ല എന്ന ആക്ഷേപവുമുണ്ട്. പണം ആവശ്യപ്പെട്ട് പണം ലഭിക്കാനുള്ള 50-ലധികം പേർ അഫ്സലിന്റെ വീട്ടിലേക്ക് കഴിഞ്ഞ ദിവസം മാർച്ച് നടത്തിയിരുന്നു. ഈ വർഷം സർക്കാർ മുഖേനയും മറ്റു ട്രാവൽസ് ഏജൻസി മുഖേനയും ഹജ്ജിന് പോകുന്നവർ പണം ലഭിക്കാനുള്ളവരുടെ കൂട്ടത്തിലുണ്ട്. പണം ലഭിക്കാതെ വന്നതോടെ ഇവരും പ്രതിസന്ധിയിലായി. പോകുന്നതിൻ്റെ ഒരാഴ്ച മുമ്പേ വാക്സിനും എടുത്ത് എല്ലാ തയ്യാറെടുപ്പും നമ്മളെടുത്ത് ബാഗും പെട്ടിയും എല്ലാം കെട്ടി റെഡിയായി എല്ലാ തയ്യാറെടുപ്പും കഴിഞ്ഞ് നിന്ന് പോകുന്ന രാത്രി 1 മണിക്കൂർ മുമ്പേ നമ്മളോട് പറയുന്നത് നിങ്ങൾക്ക് പോകാൻ പറ്റൂല. മീഡിയ 1 തിരൂർ.